ആൻഡ് സി ആർട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക്സ് മൊഡ്യൂൾ 5 പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ വരുന്ന ഈ മൊഡ്യൂൾ. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് പോയിന്റിംഗ് വെക്റ്റർ, എന്താണ് പോയിന്റിംഗ് തിയറം, what is meant by complex pointing vector, and what is average power density. With that basic knowledge in electromagnetics, we are going to continue this section by these contents. First of all, we will discuss about power flow in a coaxial cable and its derivation. Then we will discuss a very important derivation, wave equations in uniform plane waves. So after that, we will discuss about the concept of propagation constant, attenuation constant, phase constant, and wave velocity. So everybody, welcome once again to our channel. So first of all, we can discuss about power flow in a coaxial cable. So before going to power flow in a coaxial cable, we must recap the contents which we have studied before this class. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൽ നിന്ന് അതിനു മുമ്പ് മാക്സ്വെൽസ് ഇക്വേഷനെ കുറിച്ച് പറഞ്ഞ ഇക്വേഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് എ റീക്യാപ്പ് ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാക്സ്വെൽസ് ഇക്വേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം 4 laws named Ampere's circuital law, Faraday's law, Gauss's law in electric field, and Gauss's law in magnetic field. And for each law, there will be 2 forms. One is integral form, and second one is differential form. So these are the 8 formulas from 4 laws, which is known as Maxwell's equations. And you can look on this integral form as well as differential form, which is shown in this slide. So I'm not going to discuss all those things once more. So let us move towards the next our topic, power flow in a coaxial cable. എന്താണ് coaxial cable? അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന പവർ എത്രയായിരിക്കും? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ ടി വിയിൽ കണക്ട് ചെയ്യുന്ന കേബിൾ ഒരു കോയാക്സിയൽ കേബിൾ ആണ്. നമ്മുടെ ഫിഗറിൽ അത് കാണാവുന്നതാണ്. ഇതാണ് ഒരു കോയാക്സിയൽ കേബിൾ. അപ്പോൾ ഈ കോയാക്സിയൽ കേബിളിൽ കൂടി ഫ്ലോ ചെയ്യുന്ന പവറിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു 10 മാർക്സ് എസ്സേ ആണ്. ഈ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോയാക്സിയൽ കേബിളിനെ നമ്മൾ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അതിൽ ഒരു കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആ ഐ എന്ന് പറയുന്ന കറണ്ട് കോയാക്സിയൽ കേബിളിനകത്തൂടി മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ഒരു റെസിസ്റ്റൻസുമായി എടുക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇറ്റ് ഈസ് ഷോൺ ഹിയർ. ഇതിന്റെ ഒരു വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ വ്യൂവിൽ നമുക്ക് 2 സർക്കിൾസ് കാണാം. ഒന്ന് ഇന്നർ സർക്കിൾ, which is a small circle, which is denoted like this, and there will be another circle which is known as outer circle. അപ്പോൾ ഇതിനകത്ത് 2 ഫീൽഡ്സ് ഉണ്ട്. One is electric field as well as magnetic field. It is shown here as electric field intensity E and magnetic field intensity H. ഇതിന്റെ diameter, inner circle ന്റെ diameter we are taking as 2a and outer circle diameter we are taking as 2b. Now what we have to do is we have to derive an equation for power. So for that we are taking Ampere's circuital law. We all know that Ampere's circuital law, the mathematical form of Ampere's circuital law is line integral of h dot dl equal to I. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാ, നമ്മൾ ഡിറൈവും പ്രൂഫും ഒക്കെ ചെയ്തിട്ടുള്ളതാ. ലൈൻ ഇന്റഗ്രൽ ഓഫ് h dot dl equal to I. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയായിരിക്കും? h കണ്ടുപിടിക്കണം, dl കണ്ടുപിടിക്കണം. dl is called differential vector length and h is called magnetic
ഫീൽഡ് ഇന്റൻസിറ്റി. അതിലിവിടെ നമ്മൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആയിട്ട് എടുത്താൽ ഡി എൽ എന്ന് കിട്ടും. dl will gives you 2 pi r. So substituting that value, it will becomes h line integral of h dot dl equal to h dot 2 pi r. dl ന് പകരം 2 pi r ആവും. ഇതിനെ എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? h dot 2 pi r equal to I. അത് നമുക്ക് h കിട്ടും. h equal to I divided by 2 pi r. അപ്പോൾ എച്ചിന് ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി, I ഡിവൈഡഡ് ബൈ 2 pi r. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, അപ്പൊ എച്ചിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് ഒരു ഇക്വേഷൻ കിട്ടി, ആൻഡ് വി ആർ നെയിമിംഗ് ദാറ്റ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 2. Now what we are going to do is we have to make an equation for electric field intensity. നേരത്തെ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് the electric field intensity of a coaxial cable എന്നുള്ളത് E equal to V divided by R into ln B by A, and we are giving that equation as equation number 3. നമുക്ക് വേണ്ടത് പവർ ആണ്. പവർ ഡിറൈവ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പോയിന്റിംഗ് വെക്ടർ ആണ്. Pointing vector is given by P equal to E cross H. Obviously, we have equation number 3 and equation number 2 as electric field intensity E and magnetic field intensity H. So we can substitute that values here. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളിവിടെ P equal to E cross H എന്ന് എടുക്കത്തില്ല. കാരണം E എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. H എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി H എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഇൻ എക്സ് ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ വൈ ആക്സിസ്. അപ്പോൾ രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അത് കാരണം റിസൾട്ടന്റ് കിട്ടുന്നത് എന്തായിരിക്കും? ഇസഡ് ആക്സിസിലായിരിക്കും. അത് ഓബ്വിയസ്ലി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത് P ഈക്വൽ ടു E ഡോട്ട് എച്ച് എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. ക്രോസ് എടുക്കേണ്ട കാര്യം ഇല്ല. So P equal to E cross H. ഇനി ടോട്ടൽ പവർ W കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. Obviously we have to integrate. We have to do a surface integration. Surface integral of E dot H dot ds. അപ്പോൾ നമുക്ക് E ഇക്വേഷൻ നമ്പർ 3 എന്നുണ്ട്, H ഇക്വേഷൻ നമ്പർ 2 എന്നുണ്ട്, and you have to find ds only. Then integrate. സർഫസ് ഇന്റഗ്രൽ വരുമ്പോൾ ഡബിൾ ഇന്റഗ്രേഷൻ വരും. ഓക്കെ, നമുക്കിവിടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ സർഫസ് ഏരിയ ആണ്. ഫിഗർ കാണിച്ചിരുന്നു നേരത്തെ. അപ്പോൾ 2 pi r into dr, 2 pi r into dr. അപ്പോൾ എല്ലാ വാല്യൂസുമായി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാ വാല്യൂസുമായി സർഫസ് ഇന്റഗ്രൽ ഓഫ് ഈ ഇക്വേഷൻ നമ്പർ 3 എന്ന് കിട്ടി, H ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി, സർഫസ് ഏരിയ ഇവിടെ കിട്ടി 2 pi r dr. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് വാല്യൂസ്. അപ്പോൾ റേഞ്ച് എത്ര കൊടുക്കണം? A to B. നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു. A to B കൊടുക്കുമ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V ഡിവൈഡഡ് ബൈ R ln B by A ഡോട്ട് I 2 pi r ഡോട്ട് 2 pi r dr. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? V I ഡിവൈഡഡ് ബൈ ln B by A. കോൺസ്റ്റന്റ് ആണ്, നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ 2 pi r ഉണ്ട്, 2 pi r ഉണ്ട്, ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് 1 by r dr. So we have to integrate only 1 by r dr. 1 by r dr integrate ചെയ്ത് കഴിഞ്ഞാൽ Vi divided by ln B by A into ln r എന്ന് കിട്ടും. ln r B by A ഡിവൈഡ് ചെയ്താൽ ln അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. ln B മൈനസ് ln A. ln B മൈനസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln B by A. അപ്പോൾ ln B by A ഇവിടെ ഉള്ളതും ഇവിടെ താഴെ വരുന്ന ln B by A യും ക്യാൻസൽ ആയി പോകും, and the equation will becomes B into I. So the final equation will becomes power equal to V into I. ഞാൻ W എന്ന് കൊടുത്തുന്നേ ഉള്ളൂ. You can give as P equal to V into I. Power in the equation. So this is the normal power. This is the apparent power. This is the equation for apparent power. ഒരു coaxial cable കൂടെ പോകുന്ന പവർ എന്ന് പറഞ്ഞാൽ P equal to അല്ലെങ്കിൽ W equal to voltage into current തന്നെയാണ്. We have to prove in terms of electromagnetics. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആൻഡ് കോൺസെപ്റ്റ് ആണ്. സോ ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേവ് ഇക്വേഷൻസ് ആണ്. സോ വി ഹാവ് ടു ഡിറൈവ് വേവ് ഇക്വേഷൻ ഇൻ യൂണിഫോം പ്ലെയിൻ വേവ്സ്.
എന്താണ് വേവ് ഇക്വേഷൻസ്? ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്, റിവൈൻഡ് ചെയ്യുകയാണ്. എന്താ പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് ഞാൻ അസ്യൂം ചെയ്യുന്നത് എക്സ് ആക്സിസിലും മാഗ്നറ്റിക് ഫീൽഡ് അസ്യൂം ചെയ്യുന്നത് വൈ ആക്സിസിലും ആണ് എങ്കിൽ റിസൾട്ടന്റ് വിൽ ബി ഇൻ ഇസഡ് ആക്സിസ്. സോ ഇ എച്ച് ആൻഡ് റിസൾട്ടന്റ് പി വിൽ ബി മ്യൂച്വലി പെർപെൻഡിക്കുലർ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു വേവ് ഉണ്ട് എങ്കിൽ അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. ഈ ഫിഗറിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നതും മാഗ്നറ്റിക് ഫീൽഡ് റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നതുമാണ്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന്. അപ്പോൾ ഒരു റിസൾട്ട് ഉണ്ടാകുകയാണ് എങ്കിൽ അത് ഒബ്വിയസ്ലി ഇസഡ് ആക്സിസിലേക്കായിരിക്കും. സോ ദാറ്റ്സ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ് വേവ് ഇക്വേഷൻ. ഇതൊരു വേവ് ഇക്വേഷന്റെ വീഡിയോ ഫോർമാറ്റ് ആണ്. നമ്മൾ വേവ് ഇക്വേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് റിവൈൻഡ് ചെയ്യുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഇൻ എക്സ് ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ വൈ ഡയറക്ഷൻ ആൻഡ് ദി ബോത്ത് ഫീൽഡ്സ് വിൽ നോട്ട് വേരി വിത്ത് എക്സ് ആൻഡ് വൈ ബട്ട് വിത്ത് ഇസഡ് ഓൺലി. അപ്പൊ എക്സിനും വൈക്കും ചേഞ്ച് ആകത്തില്ല, ഇസഡിൽ മാത്രമേ വേരി ചെയ്യൂ. ഓക്കെ, so we can go towards the derivation of wave equation in uniform plane waves. അപ്പോൾ നമ്മൾ നേരത്തെ റീക്യാപ്പ് ചെയ്ത മാക്സ്വെൽസ് ഇക്വേഷനിലേക്ക് പോവാണ്. ആംപിയർ സർക്യൂട്ട് ലോയുടെ ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. നമ്മളിവിടെ എടുക്കുന്നത് പോയിന്റ് ഫോം ഓഫ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം ഓഫ് ആംപിയർ സർക്യൂട്ട് ലോ ആണ്. ആ ഇക്വേഷൻ പറയുന്നത് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ സി പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്നാണ്. ജെ സി ഈസ് കോൾഡ് കണ്ടക്ഷൻ കറന്റ് ഡെൻസിറ്റി ആൻഡ് ഡോ ഡി ബൈ ഡോ ടി ഈസ് കോൾഡ് displacement current density. നമ്മൾ അസ്യൂം ചെയ്യാണ്, we are assuming that the free space is perfect dielectric. Free space perfect dielectric ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ the JC will become 0. So from this equation will reduce to del cross H equal to dou D by dou T. JC 0 ആയി പോകുമ്പോൾ the equation will become del cross H equal to dou D by dou T. So now what you have to do is ഈ ഡി എന്ന് പറയുന്ന സംഭവത്തിന് ഡോ ഡി ബൈ ഡോ ടിയിലെ ഡി എ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് ആക്കി അസ്യൂം ചെയ്യുകയാണ്. സോ വി ക്യാൻ ടേക്ക് റെക്ടാങ്കുലർ, സിലിണ്ടറിക്കൽ ഓർ സ്ഫെറിക്കൽ, ബട്ട് ഫോർ ദി ടൈം കൺസേൺ വി ആർ ടേക്കിംഗ് ദിസ് ആസ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. ദ ഇക്വേഷൻ വിൽ ബിക്കംസ് del cross H equal to dou by dou T of dx ax plus dy ay plus dz az. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ LHS സൈഡ് del cross H ആണ്. ആ ഡെൽ ക്രോസ് എച്ചിനെ ഞാൻ ക്രോസ് പ്രോഡക്റ്റ് എഴുതുകയാണ് എങ്കിൽ അതിന്റെ എൽ എച്ച് എസ് ഇങ്ങനെയായി മാറും. എ എക്സ് എ വൈ എ ഇസഡ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ് എച്ച് എക്സ് എച്ച് വൈ എച്ച് ഇസഡ്. ആർ എച്ച് എസ് വിൽ ബി ദ സെയിം ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ഡി എക്സ് എ എക്സ് പ്ലസ് ഡി വൈ എ വൈ പ്ലസ് ഡി ഇസഡ് എ ഇസഡ്. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഫോർമാറ്റ് കിട്ടും. ആർ എച്ച് എസ് നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, സെയിം ആണ് നേരത്തെ ആർ എച്ച് എസ്. എൽ എച്ച് എസ് ഡിറ്റർമിനന്റ് എടുത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ എ എക്സ് എ വൈ എ ഇസഡ് എന്ന ഫോമിലേക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ദ ഇക്വേഷൻ വിൽ ബിക്കംസ് ലൈക്ക് ദിസ്: ഡോ വൈ ഓഫ് എച്ച് ഇസഡ് മൈനസ് ഡോ എച്ച് വൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു എ എക്സ് പ്ലസ് ഡോ എച്ച് എക്സ് ബൈ ഡോ ഇസഡ് minus dou hz by dou x into ay plus dou hy by dou x minus dou hx by dou y into az equal to RHS സെയിം തന്നെയാണ്, dou by dou t of dx ax plus dy ay plus dz az. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. എച്ച് എപ്പോഴും y ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ എച്ച് എപ്പോഴും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എക്സ് ആക്സിസിലും മാഗ്നറ്റിക് ഫീൽഡായ എച്ച് എപ്പോഴും വൈ ആക്സിസിലും ആണ് എങ്കിൽ ഇവിടെ എച്ച് എക്സ് വരുന്ന ടേംസും എച്ച് സെഡ് വരുന്ന ടേംസും 0 ആയി പോകത്തില്ലേ? അങ്ങനെ ഇവിടെ ഏതൊക്കെ ടേംസ് എച്ച് എക്സും എച്ച് സെഡും ഉണ്ട്? എച്ച് സെഡ് ഇതൊരു ടേം ആണ്, ഫസ്റ്റ് ടേം എച്ച് സെഡ്. ഇത് എച്ച് വൈ ആണ്, അപ്പോൾ അത് നിൽക്കും. ഇത് എച്ച് എക്സ് ആണ്, ഇത് പോകും. എച്ച് സെഡ് ഇത് എച്ച് സെഡ് ആണ്, ഇത് പോകും. ഇത് എച്ച് വൈ ആണ്, ഇത് നിൽക്കും. ഇത് എച്ച് എക്സ് ആണ്, ഇത് പോകും. അപ്പൊ അത്രയും ടേംസ് 0 ആക്കിയാൽ ദ ഇക്വേഷൻ വിൽ ബിക്കംസ് ഡോ എച്ച് വൈ ബൈ ഡോ ഇസഡ് മൈനസ് ഡോ എച്ച് വൈ
by dou z into ax plus dou hy by dou x into az equal to dou by dou t of dx ax plus dy ay plus dz az. അപ്പോൾ ഇക്വേഷൻ ചെറുതായി കുറെ ടേംസ് ക്യാൻസൽ ആയി പോയിട്ട് ഇക്വേഷൻ ഒന്നുകൂടി റെഡ്യൂസ് ആയി. സോ നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് ഇതിനെ ഒന്നുകൂടി ചെറുതാക്കിയാണ്. അതിനു വേണ്ടി ഞാനൊരു കോൺസെപ്റ്റ് പറയാണ്. ഇപ്പോൾ ഉള്ള രണ്ട് ടേംസ് ഒരു ടേം കൂടെ ക്യാൻസൽ ആക്കി പോകുന്നു. ആ ടേം എന്ന് പറയുന്നത് ഡോ എച്ച് വൈ ബൈ ഡോ എക്സ് ആണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ എന്ന് പറയുന്ന ഇത് എച്ചിനുള്ളതാണ്. എച്ച് എപ്പോഴും വൈക്ക് അനുസരിച്ചാണ് മാറുന്നത്. അപ്പോ അതിന്റെ റിസൾട്ടന്റ് എഫക്ട് ചെയ്യുന്നത് എപ്പോഴെങ്കിലും എക്സിൽ എഫക്ട് ആവുമോ? ഇല്ല, അതെപ്പോഴും ഇസഡിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ. എക്സും എച്ചുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ ഈ ഡോ എക്സ് വരുന്ന ടേംസും ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് ഈ ടേം ക്യാൻസൽ ആയി പോയി. ബാക്കി വരുന്ന ടേം ഇതാണ്. ഈ ടേം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എച്ച് വൈ ഉണ്ട്, എച്ച് എപ്പോഴും വൈയിലാണ്, ഡോ ഇസഡ് റിസൾട്ടന്റ് വരുന്നതാണ്. അപ്പോൾ രണ്ടും നിലനിൽക്കും. അങ്ങനെയാണ് എങ്കിൽ ഈ ആർ എച്ച് എസ് വരുമ്പോഴും നമുക്ക് എക്സ് ടേം മാത്രം എക്സ് ടേം മാത്രം എടുത്താൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഡോ എച്ച് വൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു എ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എ എക്സ്. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ടേംസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ മൈനസ് ഡോ എച്ച് വൈ ബൈ ഡോ ഇസഡ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടാം. സോ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ തീരാറാകുന്നു. ഇനി ഡിക്ക് ഒരു റിലേഷൻ ഉണ്ട്. വി ഹാവ് ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ. വളരെ ഫേമസ് ആണ്. ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻ ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ. അതെടുത്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡോ എച്ച് വൈ ബൈ ഡോ ഇസഡ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ഡോ ബൈ ഡോ ടി ഓഫ് ഇ എക്സ് എന്ന് കിട്ടും. വി ആർ ഗെറ്റിംഗ് ആൻ ഇക്വേഷൻ നമ്പർ 3. ഇത്രയും ചെയ്യുമ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ ഓഫ് ആംബിയർ സർക്യൂട്ട് ലോ വെച്ച് ചെയ്ത വേവ് ഇക്വേഷന്റെ ഒരു പാർട്ടായി. ഇത്രയും ഫസ്റ്റ് പോർഷൻ ആണ്. Now what we have to do is we have to take next Maxwell's equation from Faraday's law. ഇവിടെ നമ്മൾ പോയിന്റ് ഫോം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഫോം തന്നെയാണ് എടുക്കുന്നത്. We all know that the Maxwell's equation in point form of Faraday's law is given by del cross E equal to minus dou B by dou T. ഇവിടെയും നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാൻ I am considering this RHS as a rectangular coordinate system, and writing the rectangular coordinate, the equation will become del cross E equal to minus dou by dou T of bx ax plus by ay plus bz az. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? del cross E എന്ന് പറയുന്ന LHS എക്സ്പാൻഡ് ചെയ്യുന്നു. The curve will gives like this: ax ay az dou by dou x of dou by dou x dou by dou y dou by dou z ex ey es. RHS will remains the same. And again expanding and rearranging in the form of ax terms, ay terms and az terms, the equation will become dou ey by dou z minus dou ez by dou y into ax plus dou ex by dou z minus dou ez by dou y into ay plus dou ex by dou y minus dou ey by dou x into az equal to minus dou by dou t of bx ax plus dy ay plus bz az. ഇവിടെയും പഴയ കോൺസെപ്റ്റ് തന്നെ അപ്ലൈ ചെയ്യാണ്. ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഓൾവേസ് ഇൻ എക്സ് ഡയറക്ഷൻ. നേരത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നോക്കിയത്, വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് എല്ലാം വരുന്നത്, എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഇ വൈ ആൻഡ് ഇ സെഡ് ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് വരും? ഡോ ഇ എക്സ് ബൈ ഡോ ഇസെഡ് ഇൻറ്റു എ വൈ പ്ലസ് ഡോ ഇ എക്സ് ബൈ ഡോ വൈ ഇൻറ്റു എ ഇസെഡ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ബി എക്സ് എ എക്സ് പ്ലസ് ഡി വൈ എ വൈ പ്ലസ് ബി ഇസെഡ് എ ഇസെഡ്. ഇനി ഇതിൽ ഒരു ടേം കൂടി നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസൽ ആയി പോകും. ഏത് ടേം ആയിരിക്കും? ഈ ഫിഗറിൽ നോക്കിയാൽ എക്സ് എപ്പോഴും എക്സിന്റെ റിസൾട്ടന്റ് ഉണ്ടാകുന്നത് ഇസെഡിലായിരിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിലാണ്. അപ്പൊ എക്സ് ആക്സിസിൽ ആക്ട് ചെയ്യുന്നതിന്റെ റിസൾട്ടന്റ് നമുക്ക് ഇസെഡ് ആക്സിസിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ടേം നിലനിൽക്കും. ഇനി സെക്കൻഡ് ടേമിലേക്ക് വരാം. ഈ ഡോ ഇ എക്സ് ബൈ ഡോ വൈ നിലനിൽക്കുമോ? ഇല്ല. കാര്യം എന്താ? വോണ്ട് എക്സിസ്റ്റ് ബിക്കോസ് ഇ എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്, എക്സ് ആക്സിസിലാണ്. പക്ഷേ അത് നിൽക്കുന്നത് ഒരിക്കലും ഡോ വൈയിലല്ല, ഡോ ഇസെഡിലാണ്. അപ്പോൾ സെക്കൻഡ് ടേം വിൽ ക്യാൻസൽ. സോ ദ ഇക്വേഷൻ വിൽ ബിക്കംസ് ലൈക്ക് ദിസ്. So dou ex by dou t equal to 0. So the equation, final equation, dou ex by dou z into
ay equal to minus dou by dou t of bx ax plus dy ay plus bz az. ഇനി RHS നോക്കാം. ഇവിടെ LHS ലുള്ളത് ay ടേംസ് ആണ്. അപ്പോൾ ഇവിടെ RHS ലും ay ടേംസ് മാത്രം മതി. So the equation will becomes dou ex by dou z into ay equal to minus dou by dou t of by ay. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ dou ex by dou z equal to minus dou by dou t into by. ഇനി ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം, b equal to mu h. Substituting that value, dou ex by dou z equal to minus mu dou hy by dou t. അറേഞ്ച് ചെയ്താൽ dou hy by dou t യുടെ ടേം ആണ് എനിക്ക് കിട്ടേണ്ടത്. dou hy by dou t equal to minus 1 by mu dou ex by dou z. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5. സോ ഇക്വേഷൻ നമ്പർ 5 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 3 ഉണ്ട്. ഈ ഇക്വേഷൻസ് എടുത്ത് വെച്ച് ഇതിന്റെ RHSനെ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ LHSനെ ആദ്യം ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ രണ്ടിന്റെയും LHS സെയിം ആകുമ്പോൾ RHS നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതാണ് അടുത്ത് ചെയ്യാൻ നമ്മൾ പോകുന്നത്. അതിനുവേണ്ടി ഇക്വേഷൻ നമ്പർ 3 വിത്ത് റെസ്പെക്ട് ടു t എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ റെഡിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ വിത്ത് റെസ്പെക്ട് ടു t. അപ്പോൾ ഡോ ബൈ ഡോ t ഓഫ് ഡോ ബൈ ഡോ z ഓഫ് hy ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ഡോ സ്ക്വയർ ബൈ ഡോ t സ്ക്വയർ ഇൻറ്റു ex. അടുത്ത് ഞാൻ ഇക്വേഷൻ നമ്പർ 5 തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഇക്വേഷൻ നമ്പർ 5 വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായി മാറും? അതും ഞാൻ റെഡിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. ഡോ ബൈ ഡോ z ഓഫ് dou hy by dou t equal to minus 1 by mu dou square by dou z square ex. ഇനി ഈ രണ്ട് ഇക്വേഷന്റെയും LHS ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടും സെയിം അല്ലേ? പ്രത്യക്ഷത്തിൽ സെയിം അല്ല എന്ന് തോന്നുമെങ്കിലും രണ്ടും സെയിം ആണ്. നമുക്ക് നോക്കാം. ഡോ ബൈ ഡോ ടി മുകളിലുണ്ട് റെഡ് എങ്കിൽ, താഴെയും ഒരു ഡോ ബൈ ഡോ ടി ഉണ്ട് ബ്ലൂ എങ്കിൽ. ഡോ ബൈ ഡോ ടി, അപ്പൊ ആ ടേം ഓക്കെയാണ്. ബാക്കി ഇവിടെ വരുന്നത് മുകളിൽ ഡോ ബൈ ഡോ z ഉണ്ട്, താഴെ ഇക്വേഷൻ നമ്പർ 7 ഡോ ബൈ ഡോ ഇസെഡും ഉണ്ട്. ഇവിടെയും hy ഉണ്ട്, മുകളിലും hy ഉണ്ട്. അപ്പോൾ ഇക്വേഷൻസ് LHS രണ്ടും സെയിം ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് ദി RHS. ദി ഇക്വേഷൻ വിൽ ബിക്കംസ് മൈനസ് എപ്സിലോൺ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ex ഈക്വൽ ടു മൈനസ് 1 ബൈ മ്യൂ ഡോ സ്ക്വയർ ബൈ ഡോ z സ്ക്വയർ ex. കമ്പയർ ചെയ്താൽ ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ex ഈക്വൽ ടു 1 by mu epsilon dou square by dou z square ex. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കോൺസ്റ്റന്റ് കിട്ടി 1 by mu epsilon. അതിന്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു പേരിട്ട് വിളിക്കും v. v is called, small v ആണ്, v is called wave velocity or velocity of propagation. 1 by root mu epsilon is called wave velocity or velocity of propagation in free space and is denoted by c equal to 3 into 10 raised to 8 meter per second. ഇതെടുത്ത് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v എന്താ? 1 by root of mu epsilon ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ v സ്ക്വയർ എന്ന് പറയും, കാരണം അവിടെ റൂട്ട് ഇല്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ the equation will becomes dou square by dou t square ex equal to v square into dou square by dou z square into ex. ഇതാണ് ഒരു വേവ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു വേവ് ഇക്വേഷൻ. ഇനി സിമിലർലി ചെയ്യാലോ. സിമിലർലി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് കിട്ടും? ഡോ സ്ക്വയർ hy by dou t സ്ക്വയർ ex എന്ന് പറയുന്നത് hy ആയി ഈക്വൽ ടു v സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഡോ z സ്ക്വയർ ഇൻറ്റു hy. ദിസ് ഈസ് കോൾഡ് വേവ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. Wave equation in free space or wave equation in Maxwell's using Maxwell's equation. Wave equations എന്ന് മാത്രവും ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. 10 marks essay. So you have to derive everything. So this is called wave equation. അപ്പോൾ ഈ വേവ് ഇക്വേഷൻ എന്ന് നമുക്ക് ഓൾറെഡി തന്നെ ഒരു ടേം കിട്ടിക്കഴിഞ്ഞു. I already explained the term wave velocity which is given by small v equal to 1 by root of mu epsilon. അതുപോലെ നമുക്ക് വേറെയും കുറച്ച് ടേമുകൾ കിട്ടും. ഇങ്ങനെ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വേവ് ഫോം ഇക്വേഷൻ നമ്പർ 9 ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വേവ് ഫോം ഇക്വേഷൻ നമ്പർ 10 കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്നത്
അതിനെ വിളിക്കുന്നത് ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നാണ്. സോ ഇക്വേഷൻസ് ഓഫ് വേവ് ഇക്വേഷൻസ്, electric field intensity and magnetic field intensity together constitute to form transverse electromagnetic wave or TEM wave. അങ്ങനെ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ഒരു മീഡിയത്തിൽ. അത് ഫ്രീ സ്പേസ് ആവാം, ഡയലക്ട്രിക് ആവാം, ഗുഡ് കണ്ടക്ടർ ആവാം, ലോസി ഡയലക്ട്രിക് ആവാം, ലോസ്ലെസ് ഡയലക്ട്രിക് ആവാം, whatever be the medium, it will get attenuated. Attenuated means അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. The amplitude of the signal get reduced. This is called attenuation constant alpha. We are introducing another term called as attenuation constant alpha. അങ്ങനെ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മാത്രമല്ല റിഡ്യൂസ് ആകുന്നത്, ഫേസിനും ചേഞ്ച് സംഭവിക്കാം. അങ്ങനെ ഫേസിനും ചേഞ്ച് സംഭവിക്കാൽ we are calling that as phase constant beta. So that constant is called phase constant beta. അങ്ങനെ ഈ അറ്റുനേഷൻ കോൺസ്റ്റന്റ് ആൽഫയും ഫേസ് കോൺസ്റ്റന്റ് ബീറ്റയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ we are getting a new term called propagation constant gamma. So alpha and beta will together form propagation constant gamma, and gamma is given by alpha plus j beta. അപ്പോൾ പുതിയൊരു ടേം ആണ്. Gamma is called alpha plus j beta, where gamma is called propagation constant, alpha is called attenuation constant, beta is called phase constant. ഇനി ഈ പറയുന്ന ടേംസിനെല്ലാം നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാം. അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഒരു കോംപ്ലക്സ് വേവ് ഫോം ആണ്. ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ഇസ് എ കോംപ്ലക്സ് വേവ് ഫോം. അങ്ങനെ ഒരു കോംപ്ലക്സ് വേവ് ഫോമിന്റെ ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവിന്റെ attenuation constant, phase constant, propagation constant, intrinsic impedance, wave velocity, wavelength എല്ലാം ഡിറൈവ് ചെയ്തെടുക്കുന്നതിനെ നമ്മൾ വിളിക്കും വേവ് ഇക്വേഷൻ ഇൻ ഫേസർ ഫോം. And that we can discuss on another video. And thanks for watching this video. If any queries, you can comment it. Okay, thank you.